ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ FBയിൽ വരാനുള്ള കാരണം, കത്തുന്ന പുരയിൽ ഊരുന്ന കഴിക്കോല് ലാഭം എന്ന പേരിൽ ഇപ്പോൾ വീഡിയോ ചെയ്യല്ല. കേരളത്തിൽ എല്ലാവർക്കും, രാജ്യത്ത് എല്ലാവർക്കും തുല്യ അവകാശം വേണം, തുല്യ അവകാശവും അധികാരവും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിനോടും ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിനോടും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കാര്യങ്ങളിലേക്ക് വരാം. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ കേരളത്തിൽ ശബ്ദിക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സ്ത്രീകളുടെ കമ്മീഷനുണ്ട്. അതായത് വനിതാ കമ്മീഷനുണ്ട്. നല്ല കാര്യം തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ നിരന്തരം അനീതികൾ കേരളത്തിലും രാജ്യത്തും ലോകത്തും ഇഷ്ടം പോലെ ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവരെ സംരക്ഷിക്കാൻ, അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ, അവരുടെ താങ്ങും തണലുമായി മാറാൻ വനിതാ കമ്മീഷൻ ഉള്ളത് നല്ല തന്നെയാണ്. അത് സ്ത്രീകൾക്ക് ഓക്കെ. പുരുഷന്മാർക്കെന്താ 3 നാമമാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാർക്ക് ഒന്നുമില്ല, ഒരു കമ്മീഷനുമില്ല, ഒന്നുമില്ല. പുരുഷന്മാർക്ക് എന്തെങ്കിലും, പുരുഷന്മാർക്കെതിരെ ഒരു അനീതികൾ നടന്നിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കാനോ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാനോ എന്തെങ്കിലും ഒരു കമ്മീഷൻ കേരളത്തോ രാജ്യത്തോ ഉണ്ടോ? ഉള്ളതായിട്ട് അറിവില്ല. പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ കുറച്ച് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുരുഷ കമ്മീഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എതിർക്കുന്നവരുമുണ്ട്, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമുണ്ട്. ഇവിടെ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും അനീതി നടന്നാൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ല. പാവം, ഇന്നലെ ഒരു സഹോദരൻ തൂങ്ങി മരിച്ചു കോഴിക്കോട് ജില്ലയിലെ ഗോവിന്ദാപുരം എന്ന് പറയുന്ന സ്ഥലത്ത്. അദ്ദേഹത്തിന് വേണ്ടി വനിതാ വക്കീലന്മാരും ഒരുപാട് നല്ല നല്ല നന്മയുടെ നിറകുടങ്ങളായ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന, സമാധാനത്തിൽ വിശ്വസിക്കുന്ന നിഷ്പക്ഷവാദികളായ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് വന്നു. ഈ പരനാറിച്ചിയെ അകത്തിടാനുള്ള എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് വക്കീലന്മാരൊക്കെ വന്നു. സന്തോഷമുണ്ട്. പക്ഷേ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും അനീതി നടന്നാൽ ആരോടാണ് ചോദിക്കേണ്ടത്? ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയല്ല, സത്യസന്ധമായി പറയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ജനങ്ങളുടെ എല്ലാ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ ഘോരം പൊതുവെ എല്ലാ മേഖലകളിലും പ്രസംഗിക്കുന്നുണ്ടല്ലോ. ആ സർക്കാരിനോട് ഒരു വോട്ടവകാശമുള്ള രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷനെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. നിങ്ങൾക്ക് നിയമനിർമ്മാണങ്ങളൊക്കെ നടത്താലോ നിയമസഭയ്ക്കകത്ത്. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഉള്ളത് പറയാണ്. നിങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതും ഒരു ഞെട്ടലാവട്ടെ, കേരളത്തിൽ ഇതൊരു തുടക്കമാവട്ടെ. പുരുഷന്മാർക്ക് വേണ്ടി ഒരു പുരുഷ കമ്മീഷൻ കേരളത്തിൽ അടിയന്തരമായിട്ട് ഉണ്ടാക്കണം. അതിന് നിയമമില്ലെങ്കിൽ അതിനാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന കേരളത്തിന്റെ തലസ്ഥാനത്തുള്ള തിരുവനന്തപുരത്തുള്ള നിയമസഭ. ആ നിയമസഭയിൽ നിയമനിർമ്മാണം നടപ്പിലാക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇത് കേന്ദ്രമാണ് നടപ്പിലാക്കേണ്ടത്, കേരളമല്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തോട്, ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട സർക്കാർ കേരളത്തോട് സമ്മർദ്ദം ചെലുത്തുക. കേരളത്തിന്റെ 20 MP-മാരും കേരളത്തിന്റെ സർക്കാരുകളും, അതായത് പുരുഷ കമ്മീഷൻ നിയമിക്കാൻ, പുരുഷ കമ്മീഷൻ ഉണ്ടാക്കാൻ കേരളത്തിന് അധികാരമില്ല എന്നുണ്ടെങ്കിൽ മാത്രം കേരളത്തിന്റെ ഗവൺമെന്റും കേരളത്തിന്റെ സർക്കാരുകളും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, നമുക്ക് രാഷ്ട്രീയങ്ങളൊക്കെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാം, അത് വേറെ, അതിന് സമയങ്ങൾ വേറെയുണ്ട്. ഇതിപ്പോ മനുഷ്യരെല്ലാവരും ഒന്നാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർക്ക് ഒരു അപേക്ഷ കൊടുക്കുക, ഒരു അഭ്യർത്ഥന നടത്തുക. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. എന്നിട്ട് പുരുഷന്മാർക്കും സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള സാഹചര്യം കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കി തരിക. അത് കേരളത്തിൽ നിന്നാണെങ്കിലും ശരി, അല്ല കേന്ദ്രത്തിൽ നിന്ന് വരികയാണെങ്കിലും ഇവിടുന്ന് സമ്മർദ്ദം ചെലുത്തുക. ഇവിടെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണം. ഉള്ള ഓപ്പണായി പറഞ്ഞുതരാം. ആണുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. ആണുങ്ങൾ എല്ലാവരും പുണ്യവാളന്മാരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാ പെണ്ണുങ്ങളും പുണ്യവാളത്തികളാണെന്ന് ഞാൻ പറയില്ല. 2 ദിവസം മുന്നേ ഒരു സംഭവം നടന്നു.
ഇന്നലെ ഒരുത്തിന് ആത്മഹത്യ ചെയ്തു. ഇതുപോലെ ഇനിയും തുടരും. സ്ത്രീകൾ ഗർഭം ധരിക്കുന്നവരാണ്, സ്ത്രീകൾ മുല കൊടുക്കുന്നവരാണ്, സ്ത്രീകൾ പ്രസവിക്കുന്നവരാണ്, സ്ത്രീകൾ കുട്ടിയെ വളർത്തി വലുതാക്കുന്നവരാണ്. സത്യം തന്നെയാണ്. സ്ത്രീകൾ വെറുതെ ഒന്നും ഗർഭം ധരിക്കില്ല. ബലൂൺ ഊതിയ ഗർഭമാവോ? ഒരിക്കലാവില്ല. ആ ഗർഭം ധരിക്കാൻ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ തന്നെ വേണം. എന്റെ ഭാര്യ ഗർഭിണിയാകുന്നത് ബലൂൺ ഊതി ആവില്ല. അതിന് കാരണക്കാരൻ ഞാൻ തന്നെ വേണം. ഭാര്യയ്ക്ക് ഗർഭിണിയാവാ, അവൾ പുണ്യവതിയാണ്, അവൾ ഗർഭം ധരിക്കുന്നവളാണ്, അവൾ മുല കൊടുക്കുന്നവളാണ്, അവൾ പ്രസവിക്കുന്നവളാണ്, അവൾ കുട്ടിന്റെ തീട്ടവും മൂത്രവും മലവും വാരുന്നവളാണ്, അവൾ കുട്ടിയെ നെഞ്ചോട് ചേർക്കുന്നവളാണ്. ശരിയാണ്. ഞങ്ങൾ പിന്നെ ഒന്നിനുമില്ല. ഞങ്ങൾ പ്രസവിക്കില്ലല്ലോ. ഇതിനൊക്കെ കാരണക്കാരൻ ഞങ്ങളല്ലേ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഒരു നിയമം എന്താ? സർക്കാരുകളെ, ആണുങ്ങളായ മന്ത്രിമാരെ, MLA-മാരെ, MP-മാരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, നമ്മളൊക്കെ ആൺകുട്ടികളല്ലേ? നമ്മളില്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് മക്കളുണ്ടാകുമോ? ഇതിനും ഒരു കാരണക്കാരൻ നമ്മളല്ലേ? അപ്പൊ നമ്മൾക്ക് ഒരു അവകാശങ്ങളൊക്കെ വേണ്ടേ? ഇതെന്താ അത്? എല്ലാം സ്ത്രീകൾക്ക് എന്ത് തെമ്മാടിത്തരവും ചെയ്യാം എന്നും പറഞ്ഞ് സ്ത്രീകളെ തരം താഴ്ത്താനല്ല ഞാൻ ഇതിൽ വന്നത്. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഞങ്ങൾ സ്ത്രീകൾക്ക് സപ്പോർട്ടായിട്ട് വരും. കാരണം ഞങ്ങളുടെ അമ്മയും സ്ത്രീയാണല്ലോ. ഞങ്ങളും മുല കുടിച്ചല്ലേ വളർന്ന് വലുതായത്. ഞങ്ങൾ ആകാശത്തുനിന്ന് പൊട്ടി വീണിട്ടില്ല. ഞങ്ങളെ ഗർഭം ധരിച്ചതാണ്. ഞങ്ങൾ മുല കുടിച്ചിട്ടുണ്ട്. ഞങ്ങളെ പ്രസവിച്ചതാണ്. ഞങ്ങളുടെ മലമൂത്ര വിസർജനം എല്ലാം ഞങ്ങളുടെ മാതാപിതാക്കൾ, എന്റെ മാതാവ് നടത്തിയിട്ടുണ്ട്. എന്റെ അമ്മയും ഒരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും വിഷയം വന്നാൽ ഞങ്ങൾ പ്രതികരിക്കും. പക്ഷെ പുരുഷന്മാർക്കും ഒരു വിഷയം വന്നാൽ പുരുഷ കമ്മീഷനും വേണം. തുല്യ നീതിയായിരിക്കണം. ഇത് സ്ത്രീകൾക്ക് മാത്രം ഒരു നിയമം, പുരുഷന്മാർക്കൊരു നിയമവുമില്ല. സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട്. സ്ത്രീകൾ ഗർഭം ധരിക്കും. കുറ്റപ്പെടുത്തലാട്ടോ, ആരും ചിരിക്കരുത്. സ്ത്രീകൾ മുല കൊടുക്കും, സ്ത്രീകൾ പ്രസവിക്കും. ഈ സ്ത്രീകൾ പ്രസവിക്കാനുള്ള കാരണം, ഗർഭം ധരിക്കാനുള്ള കാരണം, മുല കൊടുക്കാനുള്ള കാരണം, ഇതിനൊക്കെ പുരുഷന്മാരാണ്. പുരുഷന്മാർക്ക് ഒരു മുടിയുമില്ല, ഒരു നിയമവുമില്ല. എന്തെങ്കിലും ഒരു പെണ്ണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കള്ളപ്പരാതി കൊടുത്താൽ അവന്റെ 16 അടിയന്തരം കഴിക്കാൻ പോലീസുകാർ റെഡിയിലാണ്. ഒരാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പെണ്ണ് എന്നെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് തൽക്കാലം ആ കേസൊന്നും എടുക്കില്ല. ഇതൊക്കെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഞാൻ പോയി പറഞ്ഞിട്ട് കേസ് എടുക്കാതിരുന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് വേറെ വിഷയം. അനുഭവങ്ങളാണ് നമ്മൾ കേരളത്തിലും ഈ രാജ്യത്തും നിലവിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സോഷ്യൽ മീഡിയകളിലൂടെ, TV ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, പേപ്പറിലൂടെ, ഡെയിലി നേരിലും പല ആളുകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾക്ക് ഒരു നീതിയൊക്കെ വേണം. ഈ പോലീസുകാരും ആണുങ്ങളല്ലേ? ഈ നിങ്ങളൊക്കെ അധികാരികളല്ലേ? നിങ്ങൾക്ക് എന്താ ശബ്ദിച്ചൂടെ? നിങ്ങൾ പോലീസുകാരെ DGPക്ക് നിവേദനം കൊടുക്കൂ. ബഹുമാനപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ മുതൽ SHO വരെ, ASP, DYSP, SP, DIG നിങ്ങളൊക്കെ കൊടുക്കൂ, അപേക്ഷ കൊടുക്കൂ. നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ? നിങ്ങൾക്കൊരു വിഷയം വന്ന ആരുണ്ട്? പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷൻ വേണ്ടേ? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ എല്ലാ അധികാരികളും ഏതൊക്കെ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അവരുടെ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നവരാണോ, നിങ്ങളൊക്കെ അപേക്ഷ കൊടുക്കൂ. നമ്മളൊക്കെ ആണുങ്ങളാണ്. സ്ത്രീകൾ ഗർഭം ധരിക്കുന്ന നമ്മളിലൂടെയാണ്. ആകാശത്തുനിന്ന് കാറ്റൊന്നും വരുന്നില്ല. നമ്മളിലൂടെയാണ് സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത്. അവരെ പ്രസവിക്കുന്ന കാരണക്കാര് നമ്മളാണ്. നമ്മളില്ലാതെ സ്ത്രീകൾ ഒരിക്കലും ഗർഭം ധരിക്കില്ല. സ്ത്രീകൾ പുണ്യവതികളാണ്, പവിത്രതയുള്ളവരാണ്. അതുപോലെ തന്നെയാണ് പുരുഷന്മാരും. പുരുഷനില്ലെങ്കിൽ സ്ത്രീയില്ല, സ്ത്രീയില്ലെങ്കിൽ പുരുഷനില്ല. ഇവിടെ സ്ത്രീകൾക്ക് നിങ്ങൾ അവകാശം 100-ൽ ഒരു 70% കൊടുത്തോളൂ. ഇല്ലാന്ന് പറയുന്നില്ല. ആ 30% കിട്ടേണ്ട അവകാശം ഞങ്ങൾക്ക് കിട്ടണ്ടേ? അതുകൊണ്ട് ഞങ്ങൾക്ക് പുരുഷ കമ്മീഷൻ വേണം. ഒരു വിഷയങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ, സ്ത്രീ എന്തെങ്കിലും വിഷയം വന്നാൽ നേരെ വനിതാ കമ്മീഷനിലേക്ക് മെയിൽ അയച്ചു, വനിതാ കമ്മീഷനിലേക്ക് പരാതി കൊടുത്തു. എന്തൊക്കെയാണ് സ്ത്രീകൾക്കുള്ളത്? ആണുങ്ങൾ മറ്റേ കമ്മീഷനിലേക്ക് അല്ല, എന്താ എനിക്ക് പലരും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ആണുങ്ങൾ എവിടെ കൊണ്ട് കൊടുക്കും പരാതി? ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ ഉണ്ടോ? നിയമിച്ചൂടെ സർക്കാരെ? ഇതൊന്നും നിയമിക്കാതെ ഇതിനൊന്നും ഒരു തീരുമാനവും ഉണ്ടാക്കി തരാതിരുന്നാൽ വരുന്ന നിയമസഭാ ഇലക്ഷന് പൊതുജനങ്ങളുടെ മുന്നിൽ വീടാന്തരം കയറി വോട്ട് ചോദിക്കാൻ വരുമല്ലോ. ആ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പൊതുജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ കൊടുക്കുക. ഇതിനൊന്നും ആരും ഈ കേരള ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട്
കേരളത്തിന്റെ സമൂഹം, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സമൂഹം ശബ്ദമുയർത്തിയിട്ടും മീഡിയകളിലൂടെ കമന്റുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടും ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഓരോ വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പുരുഷ കമ്മീഷന് വേണ്ടി ഞങ്ങൾ കേരളീയർ, ഞങ്ങൾ മലയാളികൾ, ഞങ്ങളെ വോട്ടർമാർ ശബ്ദിച്ചു, തീരുമാനമായില്ല. എന്തേ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുക, എന്നിട്ട് തീരുമാനമുണ്ടാക്കുക. 5 കൊല്ലം എന്തായാലും ആകുമ്പോൾ കാൽച്ചുവട്ടിൽ വരണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരും. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരും വരും. ഒന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാന്യമായിട്ട് ചെയ്തു തരിക, നിങ്ങൾ അധികാരികളെ അവിടെ നിയമിക്കുക, പുരുഷ കമ്മീഷൻ വേണം. ഈ സ്ത്രീകൾക്ക് മാത്രം പോരാ, അനീതിക്കെതിരെ പ്രതികരിക്കണം. അനീതിക്കെതിരെ അവിടെ എന്താ പറയുക, വിരൽ ചൂണ്ടാനുള്ള അധികാരികൾ അവിടെ ഉണ്ടാവണം. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. സ്ത്രീകൾക്ക് കമ്മീഷനുണ്ട്, പുരുഷന്മാർക്ക് അതില്ല. അത് ഉണ്ടാവണം. അതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ മലയാളികളും ആണുങ്ങളും ജനങ്ങളല്ലേ, സ്ത്രീകൾ മാത്രമല്ലല്ലോ. ആണുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു പുരുഷ കമ്മീഷനെ നിങ്ങൾ ഉണ്ടാക്കി തരും എന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ്. അല്ലെങ്കിൽ വരുന്ന നിയമസഭയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കി തരും. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ശരി, വിഷയമല്ല. ഇവിടെ ഇപ്പൊ രാഷ്ട്രീയമില്ല, ഇവിടെ ജാതിയില്ല, ഇവിടെ മതമില്ല. അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷൻ വേണം. അത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇവിടെ ഒരു ഗവൺമെന്റിനെയോ ഒരു രാഷ്ട്രീയക്കാരെയോ ഒരാളെയോ വിമർശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നന്മയുള്ള മനസ്സിന്റെ ഉടമകളാണ്. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.